That is the difference. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ഡൊമസ്റ്റിക് ഫുഡ് ഫ്രീസർ മെയിൻറ്റെയിൻസ് എ ടെമ്പറേച്ചർ ഓഫ് -15 ഡിഗ്രി സെൽഷ്യസ്. ദ ആംബിയന്റ് എയർ ടെമ്പറേച്ചർ ഈസ് 30 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പം നമ്മുടെ ഡൊമസ്റ്റിക് ഫുഡ് ഫ്രീസർ ആണ്. അപ്പം ഇതിന്റെ ഫ്രീസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്തിരിക്കുന്ന സ്ഥലം ദിസ് ഈസ് -15 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മുടെ ആംബിയന്റ് എയർ ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയർ, നമുക്കതൊരു റിസർവോയർ ആയിട്ട് എടുക്കാം. ഇത് 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മുടെ ഫുഡ് ഫ്രീസർ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ റെഫ്രിജറേറ്റർ. ഇപ്പോൾ നമ്മുടെ റെഫ്രിജറേറ്റർ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഹീറ്റ് എടുക്കുന്നു, ഇങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനൊരു എക്സ്റ്റേണൽ വർക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഫ്രീസ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിലേക്ക്, ആ കമ്പാർട്ട്മെന്റിലേക്ക്, if heat leaks into the freezer at the continuous rate of 1.75 kilojoule per second, 1.75 kilojoule per second, what is the least power necessary to pump this heat out continuously? Heat pump ചെയ്ത് കളയാനുള്ള ഏറ്റവും മിനിമം പവർ എത്രയാണ് വേണ്ടത്? സോ നമുക്കിതാ ഇവിടെ Q2 എടുക്കാം, ഇത് Q1 എടുക്കാം. 1.75 ഈ കമ്പാർട്ട്മെന്റിലേക്ക് ലീക്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഹീറ്റ് നിങ്ങൾ പുറത്തേക്ക് പമ്പ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇതിന്റെ ടെമ്പറേച്ചർ കൂടാൻ ചാൻസ് ഉണ്ട്. ഈ കമ്പാർട്ട്മെന്റിലെ ടെമ്പറേച്ചർ കൂടും. അതായത് അതിന്റെ അർത്ഥം Q2 എന്ന് പറയുന്നത് ഇസ് ഈസ് ഈക്വൽ ടു 1.75 കിലോജൂൾ പെർ സെക്കൻഡ് ആണ് Q2. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലീസ്റ്റ് പവർ ആണ്. ലീസ്റ്റ് പവർ, അതായത് വർക്ക്, ഏറ്റവും ലീസ്റ്റ് വർക്ക്. ഓക്കെ, നമുക്ക് ലീസ്റ്റ് വർക്ക് വേണ്ടി വരുന്നത് ഇതൊരു റിവേഴ്സിബിൾ ഹീറ്റ് റെഫ്രിജറേറ്റർ ആകുമ്പോഴാണ്, റിവേഴ്സിബിൾ ഡിവൈസ് ആകുമ്പോൾ. ഈ റെഫ്രിജറേറ്റർ ഒരു റിവേഴ്സിബിൾ സൈക്കിളിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ലീസ്റ്റ് പവർ വേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ COP ആദ്യം എഴുതാം. COP ഓഫ് ദ ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു Q2 ബൈ W, അല്ലെങ്കിൽ Q2 ബൈ Q1 മൈനസ് Q2. W എന്ന് പറയുന്നത് Q1 മൈനസ് Q2 ആണ്. അപ്പൊ COP മാക്സിമം എന്താണ്? ഈ മാക്സിമം COP വരുമ്പോഴാണ് നമുക്ക് ലീസ്റ്റ് പവർ വേണ്ടി വരുന്നത്. CO2 മാക്സിമം എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു T2 ബൈ T1 മൈനസ് T2. ഈ Qന് പകരം നമ്മൾ T ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് COP മാക്സിമം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഹിയർ T2 എന്ന് പറയുന്നത് -15 പ്ലസ് 273 ഡിവൈഡഡ് ബൈ T1 മൈനസ് T2 എന്ന് പറയുന്നത് so 30 minus -15, so this is equal to 45. 273 minus 15 divided by 45 ആണ്. Okay, so this is the maximum COP. Right, so this is 5.73. നമുക്ക് 5.73 ആണ് COP മാക്സിമം നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് COP ഓഫ് ദിസ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു Q2 ബൈ W. Q2 എന്ന് പറയുന്നത് 1.75 ബൈ W. ദിസ് ഈസ് ഈക്വൽ ടു 5.73. അപ്പോൾ W എന്ന് പറയുന്നത് 1.75 divided by 5.73. So this is equal to 0.305 kilojoule per second. So ഇതാണ് നമ്മുടെ ലീസ്റ്റ് വർക്ക്. ഇതാണ് ഏറ്റവും ലീസ്റ്റ് വർക്ക് that should be supplied to the refrigerator. ലീസ്റ്റ് വർക്ക് വേണ്ടി വരുന്നത് ഇതൊരു റിവേഴ്സിബിൾ സൈക്കിളിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിലെ കീ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ COP മാക്സിമത്തിന്റെ ഫോർമുല ഇതാണ്. ഒരു സാധാരണ റെഫ്രിജറേറ്ററിന് ജനറൽ ഫോർമുല ഇതാണ്. ഓക്കെ, COP മാക്സിമം വരുമ്പോൾ T2 ബൈ T1 മൈനസ് T2 വരും.